Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. തകർന്നു കിടന്നിരുന്ന കാലടി യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡിന് ശാപമോക്ഷം. 24 ലക്ഷം രൂപ ചെലവിൽ കട്ടവിരിച്ച് നവീകരിച്ച റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി. കാലടി നഗരമധ്യത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡ്. ഏറെ നാളുകളായി കുണ്ടും കുഴിയും നിറഞ്ഞ് റോഡിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി റോഡ് നവീകരണത്തിന് 24 ലക്ഷം രൂപ അനുവദിച്ചു. അതിവേഗം കട്ടവിരിച്ച് റോഡ് നവീകരണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി. കുറച്ചു കാലങ്ങളായിട്ട് ഈ റോഡ് അല്പം ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയായിരുന്നു. റോഡ് ആദ്യം കോൺക്രീറ്റ് ചെയ്തെങ്കിലും അത് നിൽക്കാതിരുന്നതിനെ തുടർന്ന് ടാർ ചെയ്തു. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ റോഡായതിനെ തുടർന്നാണ് ഈ റോഡ് കട്ട വിരിക്കാനായിട്ടും പഞ്ചായത്ത് തീരുമാനമെടുത്തത്. ആദ്യഘട്ടം എന്ന നിലയിൽ ആ റോഡിൻ്റെ MC റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗം മുതൽ പകുതി വരെയുള്ള ഭാഗം ബഹുമാനപ്പെട്ട ശ്രീ റോജി എം ജോൺ MLA 30 ലക്ഷം രൂപ അനുവദിച്ച് ആ പൈസ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി. ബാക്കി വന്ന ഭാഗം സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിലാണെങ്കിലും ഇതൊരു പ്രധാന റോഡ് എന്ന നിലയ്ക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയായിരുന്നു. പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് 24 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ പഴയ കവാടത്തിലൂടെ കടന്നു വരുന്ന ഈ ഭാഗം മുഴുവൻ വളരെ മനോഹരമായ രീതിയിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പൈസയൊന്നും കഴിഞ്ഞ വർഷത്തെ കുറേ കിട്ടാനൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിലും ഇതിൻ്റെ കരാറുകാരൻ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രവൃത്തി ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കാലടിയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഈ റോഡ് വൺ വേ സമ്പ്രദായമാക്കാനായിട്ട് ട്രാഫിക് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മാറി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് MC റോഡിൽ നിന്നും മലയാറ്റൂർ മഞ്ഞപ്ര ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ ഇടത്തോട്ട് പിടിച്ച് ഈ റോഡെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് കൂടി ഈ ഭാഗത്ത് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പരമാവധി കഴിയുന്ന തരത്തിൽ വൺ വേ സംവിധാനവും ട്രാഫിക് പരിഷ്കാരവും നടപ്പിലാക്കും. ഈ റോഡ് ഈ അവസ്ഥയിലാക്കി തന്ന കരാറുകാരനോട് പഞ്ചായത്തിനുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. കാരണം പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ നിലനിൽക്കുമ്പോഴും 24 ലക്ഷം രൂപയോളം വരുന്ന പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അതിന് മനസ്സുവെച്ച് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ അദ്ദേഹത്തെ പ്രത്യേകം ഓർക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ PB സജീവ്, ഷിജി വർഗീസ്, സിജു കല്ലുങ്ങ, ഷിജ സെബാസ്റ്റ്യൻ, അമ്പിളി ശ്രീകുമാർ, ഷാനിദ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി.